ശ്യാമയോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് അതെനിക്കറിയില്ലമ്മേ. ആദ്യേട്ടന് ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് ആ സത്യം കണ്ടെത്താനും പറ്റി. സത്യത്തിൽ എന്താ മോളെ നടന്നേ? കേൾക്കട്ടെ. അമ്മേ, അത് ഇത്രയൊക്കെ ഓഫീസിൽ സംഭവിച്ചെങ്കിൽ ആ അക്കൗണ്ടന്റ് എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്തേ? ഇങ്ങനെ അഖിയെ ആദ്യം പിണക്കിയിട്ട് അവൾക്ക് എന്താ നേട്ടം? അപ്പോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടാവുമല്ലോ. അതാരാ? ആരാ ഇതൊക്കെ ജൂലിയെ കൊണ്ട് ചെയ്യിപ്പിച്ചേ? അവളോട്, ജൂലിയോട് അത് ചോദിച്ചില്ലേ? അതമ്മേ, അങ്ങനെ മനഃപൂർവ്വം ആവില്ല. ഞങ്ങള് ജൂലിയെ താക്കീത് നൽകി വിട്ടു. അത് പറ്റില്ലല്ലോ. ജൂലി എനിക്കിപ്പോ തന്നെ കാണണം. എന്തിനാ, ആരാ ഇതെല്ലാം പ്രേരിപ്പിച്ചതെന്ന് എനിക്കറിയണം. അമ്മ, എന്തായാലും ആദ്യം അഖിൽ സാറും തമ്മിലുള്ള പ്രശ്നം മാറിയല്ലോ. അതല്ലേ വലിയ കാര്യം. അത് വലിയ കാര്യം തന്നെയാ. പക്ഷെ എന്റെ ബലമായ സംശയം ആ ജോലിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് തന്നെയാ. അത് മറ്റാരും ആവില്ല. ഈ വീട്ടിലുള്ള ഒരാൾ തന്നെ ആവാനാ ചാൻസ്. എനിക്ക് നല്ല സംശയമുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ ഇത് കൂടി കഴിഞ്ഞ പിന്നെ ആ ഒരാളെ ഞാൻ ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കില്ല. ഉറപ്പാ. ഐശ്വര്യ, ഒന്ന് നിന്നേ.
എൻ്റെ അനുജത്തിക്ക് സുഖമാണോ? ക്ഷേമം അന്വേഷിക്കാനാണോ എന്നെ വിളിച്ചേ? അതെ ആദ്യേട്ടാ, എനിക്ക് സുഖമാണ്, നല്ല കാര്യം. പക്ഷെ ഇവിടെ മറ്റുള്ളവർ സ്നേഹത്തോടെ സന്തോഷമായിട്ട് കഴിയുന്നത് എൻ്റെ അനിയത്തിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അല്ലേ? അതെന്താ ഇങ്ങനെയൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന വർത്താനൊക്കെ പറയുന്നേ? ഞാൻ ഗർഭിണിയല്ലേ? ആ ഒറ്റ പരിഗണന കൊണ്ടാ ഐശ്വര്യ ഞാനിപ്പോ വെറുതെ വിടുന്നത്. ആരും ഒന്നും അറിയില്ലെന്ന് വിചാരിക്കരുത്. ജോലി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്, ലക്ഷ്യം എന്തായിരുന്നു, എല്ലാം എനിക്ക് മാത്രമല്ല, അക്കിക്കും ശ്യാമയ്ക്കും ഇപ്പൊ നന്നായിട്ട് അറിയാം. എന്നിട്ട് ശ്യാമയോ ആക്കിയോ ഇവിടെ ആരോടെങ്കിലും അത് പറഞ്ഞോ? എന്തിനാ അറിഞ്ഞ ഭാവം കാണിച്ചോ? എന്താ? അതാണ് സംസ്കാരം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ശ്യാമയെ ഐശ്വര്യ പോലെ മറ്റൊരു വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയ പെണ്ണ. ഐശ്വര്യ വിഷം കൊടുത്ത് ശ്യാമയും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും ശ്യാമ ആ സത്യയോട് വിളിച്ചു പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഈ വീട്ടിൽ ഐശ്വര്യ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം ശ്യാമയ്ക്കുണ്ട്. ആ സ്നേഹവും ആത്മാർത്ഥതയുണ്ട്. ഞാൻ ഐശ്വര്യോട് ശ്യാമയെ കണ്ടു പഠിക്കാൻ പറയില്ല. പക്ഷെ ഈ ജന്മത്തെ ഐശ്വര്യെ കൊണ്ട് അത് സാധിക്കില്ല. പക്ഷെ ഇനി ആ പാവം ശ്യാമയും ഇവിടെ ആരെയും ദ്രോഹിക്കാതെങ്കിലും ഇരുന്നൂടെ? അതിനുള്ള സന്മനസ് ഐശ്വര്യക്ക് ഉണ്ടാവണം. വയറ്റിൽ അരുണിന്റെ കുഞ്ഞുള്ളതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ആരും ഇവിടെ ഒന്നും പറയാൻ പോകുന്നില്ല. ഇനി ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ കൂടി ഇത്തരം കള്ളത്തരങ്ങൾ പഠിപ്പിക്കരുത്. മനസ്സിലായോ? ആദ്യേട്ടാ, അപ്പൊ ഇതെല്ലാം ഇനി മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്തതേ ദാ അച്ഛനോ അമ്മയോ അരുണോ ഈ സത്യം അറിഞ്ഞാൽ പിന്നെ ഐശ്വര്യയുടെ സ്ഥാനം ഈ വീടിന് പുറത്താ. അതോർത്തോ? അങ്ങനെ വരരുതെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. മനസ്സിലായോ? ആ
പറയാനോ? എന്തിന്? ഞാൻ കുറച്ചു ദിവസത്തേക്കെങ്കിലും എന്നെ വിട്ടുപോയില്ലേ? ഞാൻ കരുതി നീ എന്നെ വഴക്ക് പറയുന്നു, ഇവിടെ വിട്ടു പോയതിന് ഒരുപാട് പരിഭവം പറയുന്നു. പക്ഷേ ഒന്നും സംഭവിക്കാത്ത പോലെ അമൃത എന്നോട് പെരുമാറുന്നേ. അതിന് ആദ്യേട്ടൻ എവിടെയും പോയില്ലല്ലോ. എന്നും എപ്പോഴും ആദ്യേട്ടൻ എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഞാനെന്തിനാ പരിഭവം പറയുന്നത്? എനിക്കറിയാം, ഒരിക്കലും ആദ്യേട്ടൻ എന്നെയും മക്കളെയും വിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ലെന്ന്. അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും ഞാൻ പിരിഞ്ഞിരുന്നപ്പോ നിനക്ക് വിഷമം തോന്നിയില്ലേ? വിഷമം തോന്നി. ഞാൻ ഒരുപാട് കരഞ്ഞു. അനാദ്യേട്ടൻ പിണങ്ങിപ്പോയതോർത്തല്ല, എന്നെ ശ്യാമയാക്കിയൊന്നും ആദ്യേട്ടൻ ശരിക്കും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നോർത്ത. ശ്യാമയാക്കിയെല്ലാം ആദ്യേട്ടനെതിരെ പ്രവർത്തിക്കുമെന്ന് ആദ്യേട്ടൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചില്ലേ? അതാ എനിക്ക് വിഷമമുണ്ടാക്കിയത്. ഞാൻ ആദ്യേട്ടന്റെ നല്ലതിനു വേണ്ടിയല്ലാതെ ഒരു നിമിഷമെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ആദ്യേട്ടനെതിരായി ജീവിതത്തിൽ വേണ്ട സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ആദ്യേട്ടന് നന്നായിട്ട് അറിയില്ലേ? എന്നിട്ടും ആദ്യേട്ടൻ കുറച്ചു നാളത്തേക്കെങ്കിലും എന്നെ അവിശ്വസിച്ചു. അതോർക്കുമ്പോ ഇപ്പോഴും എനിക്കെന്തോ സഹിക്കാനാവുന്നില്ല. കരയരുത്. ഞാൻ ചെയ്തത് തെറ്റാ. ഞാൻ എന്തോ അപ്പോ ആ ഈഗോടെ പുറത്ത് ഒന്നും ഓർക്കുന്നില്ല. ശ്യാമയും അഖിയും അമൃതയും ആരും എനിക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ലെന്ന് ചിന്തിക്കാനുള്ള ശേഷി എനിക്കപ്പോൾ ഇല്ലാതെ പോയി. ഞാൻ എൻ്റെ പെണ്ണിനോട് ക്ഷമയൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. നിനക്ക് അതൊക്കെ മറക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്ക്. എന്താ കരയാ? കരയാനോ? ഞാനോ? ഒരിക്കലുമില്ല. ഒന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് മറ്റൊന്നും വേണ്ട. നീയും എന്റെ മക്കളും ഈ സ്നേഹവും അത് മാത്രം മതി. മതി. ഈശ്വര, ബാങ്കിൽ നിന്നാണല്ലോ. ഹലോ സാർ. ഹലോ, ഞാൻ ബാങ്കിൽ നിന്നാ മാനേജരാ. സാർ മനസ്സിലായി. നിങ്ങൾ എന്നോട് പല അവധി പറഞ്ഞു. എന്നിട്ട് ഈ നിമിഷം വരെ കുടിശ്ശിക 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. അതാ വിളിച്ചത്. സാർ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ചു ബുദ്ധിമുട്ടില്ല. മോളും ഒരു കുഞ്ഞും ഒപ്പം ഉള്ളത്. ജോലിയൊന്നും മോക്കില്ല. നിങ്ങളുടെ കുടുംബ പ്രാരാബ്ദം കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. ക്യാഷ് ഇന്നോ നാളെ അടയ്ക്കുന്നുണ്ടോ അതറിയാനാ. സാറേ, ഞാൻ സാറിനോട് പലതവണ പറഞ്ഞതാ, ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചു മോശം. അപ്പൊ ക്യാഷ് അടയ്ക്കാൻ കഴിയില്ല? ഇല്ല, മനഃപൂർവ്വം അല്ല സാർ. ഇപ്പൊ കയ്യിൽ അതിനുള്ള രൂപയില്ല, അതുകൊണ്ട്. അത് ശരി. അപ്പൊ ക്യാഷ് ഈടാക്കാനേ വേറെ മാർഗം സ്വീകരിക്കേണ്ടി വരും. സാർ മനസ്സിലായില്ല. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് ഒരു ദിവസത്തെ സമയം കൂടി തരാം. കുടിശ്ശിക പലിശയെല്ലാം ചേർത്ത് 15 ലക്ഷം രൂപ. സാറേ, പറഞ്ഞല്ലോ, 15 ലക്ഷം പോയിട്ട് 10,000 രൂപ പോലും അടയ്ക്കാനുള്ള നിവൃത്തിയില്ല ഇപ്പോ. ഞാൻ പറഞ്ഞ ക്യാഷ് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നടപടി ഉണ്ടാവും. അയ്യോ സാർ. ജപ്തി നടപടി. ബാങ്കിന്റെ ക്യാഷ് ഈടാക്കാൻ ഇനി അതേ ഒരു മാർഗമുള്ളൂ. സാറേ, ഞാൻ അവിടെ ഒന്ന് കാല് പിടിക്കാം.
കുറച്ച് സാവകാശം കൂടി തരണം. നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ബാങ്ക് നിലനിന്ന് പോണ്ടേ? സാറേ, ഞങ്ങൾ അങ്ങനെ കള്ളപ്പുള്ളികളൊന്നുമല്ല. വീടും പുരയിടവും അവിടെ ഈട് വച്ചിട്ടുണ്ടല്ലോ. പിന്നെ പേടിക്കുന്ന എന്തിനാ? അതാ പറഞ്ഞത്, വീടും പുരയിടവും ജപ്തി ചെയ്യും. അതേ ഇനി ബാങ്കിന് മാർഗമുള്ളൂ. ആ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ഞാൻ പറഞ്ഞ ക്യാഷ് നാളെ ബാങ്കിൽ അടയ്ക്കുക. ഇല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടെന്ന് നാളെ ബാങ്ക് തീരുമാനിക്കും. സാറേ, ശരാ. എന്താമ്മേ, എന്താ വിളിച്ചേ? കാര്യം പറ. മോനെ, ഒടുവില് ഞാൻ ഭയന്ന് എന്നെ സംഭവിക്കാൻ പോവുക. കരയാതെ കാര്യം പറയും. നാളെ ഞങ്ങളുടെ വീടും പുരയിടോ ജപ്തി ഉണ്ടാവും. ബാങ്കുകാര് വിളിച്ചിരുന്നു. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യ? മോനെ, എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ഇനി എന്താ ചെയ്യ? പറയ. ഞാനെന്ത് പറയാനാ മോനെ, കയറി കിടക്കാൻ ഒരു വീട് കൂടി ഇല്ലാതായ എന്റെ അശ്വതിയുടെ ശ്രീകുട്ടിയുടെ സ്ഥിതി എന്താവും? ഈശ്വര, ഓർക്കാൻ കൂടി പറ്റുന്നില്ല. ലോണിന്റെ കാര്യത്തെ സഹായിക്കാമെന്ന് മുൻപേ മോനെ എനിക്ക് വാക്ക് തന്നിരുന്നു. ശരിയാണ്. പക്ഷെ തിരിച്ച് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. അത് മോനെ, അശ്വതി ഒരേ വാശിയ. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നല്ലേ? അത് പിന്നെ മോനെ, എനിക്ക് നിർബന്ധിക്കാനല്ലേ പറ്റൂ. കൊല്ലാൻ പറ്റില്ലല്ലോ. എന്നാ പിന്നെ ജപ്തി നടക്കട്ടെ. എന്താ? അയ്യോ, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാ. കൈയൊഴിയരുത് മോനെ. ഇല്ല, കൈയൊഴിയില്ല. ജയേഷ് അമ്മയ്ക്ക് തന്ന വാക്കിന് ഇതുവരെ മാറ്റമില്ല. 15 ലക്ഷം രൂപ ബാധ്യത ഞാൻ തീർത്തിരിക്കും. ഈശ്വര, മതി, അത് മതി. മോന് കോടി പുണ്യം കിട്ടും. പുണ്യൊന്നും എനിക്ക് വേണ്ട. ഞാൻ ആവശ്യപ്പെട്ട കാര്യം അത് നടന്നിരിക്കണം. എന്തു പറയുന്നു? ഞാൻ ഇന്നുകൂടി അശ്വതി നിർബന്ധിക്കാം. നിർബന്ധിച്ച പോരാ, സമ്മതിപ്പിക്കണം. എന്റെ ഭാര്യയായിരിക്കാൻ അവൾ സമ്മതിക്കണം. അത് പിന്നെ മോനെ, പറ്റില്ലെങ്കിൽ ജപ്തി നടക്കട്ടെ. മോനെ, അത് ഞാൻ നിനക്ക് വാക്ക് തരാം. അശ്വതി നിന്റെ ഭാര്യയാവും. അത് വേണ്ട, വെറും വാക്കൊന്നും എനിക്ക് വേണ്ട. നാളെ ജപ്തി നടക്കുന്നതിന് മുമ്പ് അശ്വതി എന്റെ ഭാര്യയാവണം. പറ്റോ? അത് പിന്നെ മോനെ, പറ്റണം. അത് നടക്കണം. അശ്വതിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന നിമിഷം ബാങ്കിന്റെ ബാധ്യത 15 ലക്ഷം രൂപ ഞാൻ തീർത്തിരിക്കും. ഉറപ്പാണോ? ജയേഷിന് ഒരു വാക്കേ ഉള്ളൂ, ഉറപ്പ്. എന്നാ നാളെ 10 മണിക്ക് എന്റെ വീട്ടിൽ വെച്ച് ചെറിയൊരു ചടങ്ങിൽ നിന്റെ അശ്വതിയുടെ വിവാഹം നടന്നിരിക്കും. ഇത് വെറും വാക്കല്ലല്ലോ, ഉറപ്പുണ്ടോ? ഉറപ്പ്. വനജ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ജയേഷ് അശ്വതിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇനി എനിക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. ആരുടെ സമ്മതവും എനിക്ക് വേണ്ട. അശ്വതി എന്റെ മകളാണെങ്കിൽ അതിനവള് സമ്മതിച്ചിരിക്കും. ബന്ധുക്കളും അയൽക്കാരും ആരും വേണ്ട. ജയേഷ് അമ്മയും കുട്ടി ഇങ്ങ് വന്നാ മതി. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഈ വീട്ടിൽ ഞാൻ ചെയ്തിരിക്കും. എല്ലാം നഷ്ടപ്പെട്ട് ശ്രീകുട്ടിയും കൂട്ടി തെരുവിലിറങ്ങാൻ എനിക്ക് വയ്യ. എന്റെ കുഞ്ഞിന്റെ ഭാവിയാ എനിക്ക് വലുത്. ഞാൻ പറയുന്ന വാക്ക് പാലിച്ചിരിക്കും. ഉറപ്പാ മോനെ. അപ്പൊ നാളെ 10 മണിക്ക് കെട്ടാനുള്ള താലിയുമായി ഞാനും അമ്മയും അവിടെ എത്തിയിരിക്കും. ഓക്കെ?
അത്രയ്ക്ക് മോഹിച്ച അശ്വതി എനിക്ക് സ്വന്തം.